ബന്നോളി ബന്നോളി. മണ്ടി വന്നോളി. ഇന്ന് സ്വർണ്ണക്കട്ടിയാണ് വിൽക്കാൻ വെച്ചത്. വാങ്ങി പെരേ കൊണ്ടുവച്ചാൽ ഓരോ ദിവസവും വില കൂടുന്ന സാധനമാണ്. ഇന്നോവ ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക് 2018. അതിന്റെ ടാൻ കളർ എവിടെയും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നല്ല ടാൻ കളർ ഇന്റീരിയർ ആണ്. അപ്പോ ടയർ ഒരു 50% ടയർ ഉണ്ട്. സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഫുള്ള് ഷോറൂം സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മളെടുത്തപ്പോൾ അവിടെ കേരളത്തിൽ എത്തിയതിന് മുമ്പ് അവിടെ സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ വിശ്വസിക്കാൻ നമുക്ക് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത കുറേ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വിശ്വസിക്കാവുന്ന ഒരു വണ്ടിയാണ്. $2018 സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഞങ്ങളുടെ നാട്ടിൽ കേരള വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ 18 ലക്ഷം റുപ്യ എബോ കൊടുക്കണം. ക്രിസ്റ്റ ഓട്ടോമാറ്റിക് സെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ 18 ലക്ഷം റുപ്യേൻ്റെ മേലേക്ക് തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് 14 ലക്ഷം റുപ്യക്കാണ്. ഇതിപ്പോൾ പിന്നെ കേരളത്തിലേക്ക് ആക്കി വരുമ്പോൾ മാക്സിമം വരികയാണെങ്കിൽ ഇപ്പോൾ 2-2.5 ലക്ഷം റുപ്യ വന്നാലും എങ്ങനെ നോക്കിയാലും എടുത്ത് വിറ്റാൽ തന്നെ എടുത്താണ്ട് പേർക്കാക്കി വിറ്റാൽ തന്നെ ലാഭം കിട്ടും. നമ്മൾ കേരളത്തിൽ എത്തിയെന്ന് വെച്ചപ്പോൾ 2 മാസമായിട്ട് ഫാമിലി ഉപയോഗം അവിടെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല വണ്ടി ഉപയോഗിച്ച് വെറുതെ കച്ചവടത്തിന് വേണ്ടി പറയുന്ന രീതിയിൽ പറയല്ല. നല്ല വണ്ടിയാണ്, വൃത്തിയുള്ള വണ്ടിയാണ്. പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് കിലോമീറ്റർ ജെനുവിൻ അല്ല ഉണ്ടാവില്ല. സാധാരണ പിന്നെ ഇതൊക്കെ കിലോമീറ്റർ തിരിച്ചത് 1,900 ഓടിക്കുന്നത് കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അത് സർവീസുള്ള ടയോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാം. ഓട്ടം നമുക്കൊരു വിഷയമാവില്ല. വണ്ടി ഉപയോഗിക്കണം. അതിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ സർവീസുള്ള വണ്ടിയാണ്. 1,900 ഓടിക്കണം എന്നുള്ളത് വണ്ടി ഒരിക്കലും കണ്ടാൽ മനസ്സിലാവില്ല. അല്ല സാധാരണത്തെ രീതിയിൽ വരുമ്പോൾ ഇപ്പം നമുക്കത് പിന്നെ സാധാരണ കച്ചവടക്കാരാണെങ്കിൽ ഒരു തിരിക്കും വെറും 85,000 90,000 അല്ലെങ്കിൽ 60,000 ഒക്കെ ആക്കിയിട്ട് അങ്ങ് കൊടുക്കും. ഇത് കള്ളത്തിലില്ലാത്ത വണ്ടി, സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. കൃത്യമായിട്ട് 1,900 ഓടിക്കുന്നത് എന്നുണ്ടെങ്കിലും പിന്നെ എന്താ DM ചെയ്യാം. നമ്പർ ഇതിൻ്റെ ഒപ്പം കൊടുക്കാം. ഓക്കെ, ജാർഖണ്ഡാണ്. പിന്നെ നമ്മളിവിടെ സർവീസ് ഹിസ്റ്ററി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാലും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കിട്ടും. ജാർഖണ്ഡ് നിങ്ങൾക്ക് അവിടുന്ന് എവിടുന്നാണെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കി നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ.